പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ തന്റെ ശരീരഭാഷ ശരിയല്ലെന്ന് വീട്ടിൽ നിന്ന് പോലും അഭിപ്രായം ഉയർന്നുവെന്ന് സമ്മതിക്കുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അതിരൂക്ഷമായ വിമർശനമാണ് തിരുവനന്തപുരത്തെ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത്. പിണറായി വിരുദ്ധ സ്വരം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. പരാജയ കാരണം പിണറായിയുടെ ഭാഷ്യമാണ്. ശരീരഭാഷ സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. അതുപോലെ തന്നെ പെരുമാറ്റ ശൈലി അത് പലപ്പോഴും ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് തുടങ്ങിയ ഒട്ടേറെ വിമർശനങ്ങൾക്കൊപ്പം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇനി പിണറായി വിജയൻ തുടരുന്നത് ശരിയല്ല എന്നതടക്കം പറഞ്ഞു. ഇതിനൊപ്പമാണ് ഈ പോലെ MV ഗോവിന്ദനെതിരെയും അതിരൂക്ഷമായ വിമർശനമുണ്ടായത്. ശരീരഭാഷ അത് വീട്ടിൽ നിന്ന് പോലും വിമർശനം ഉണ്ടാകാറുണ്ടെന്ന് MV ഗോവിന്ദൻ ഈ യോഗത്തിൽ പ്രതികരിച്ചു. വാർത്താ സമ്മേളനങ്ങളുടെ ശരീരഭാഷ ശരിയല്ലെന്ന് തുറന്ന് സമ്മതിക്കുന്നതായിരുന്നു സെക്രട്ടറിയുടെ വാക്കുകൾ. വീട്ടിൽ നിന്ന് പോലും വിമർശനം ഉണ്ടാകാറുണ്ട്, കണ്ണാടിയിൽ നോക്കാറുണ്ടോ എന്നും മകൻ ചോദിക്കുന്ന സന്ദർഭം വരെ ഉണ്ടായി. വാർത്താ സമ്മേളനങ്ങൾ വീണ്ടും കണ്ടു നോക്കണമെന്നും മകൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ കമ്മിറ്റിയിൽ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തിലകൻ ചേട്ടൻ സന്ദേശം സിനിമയിൽ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഓർമ്മ വേണ്ടേ. ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം. നിന്നെപ്പോലുള്ള യൂസ്ലെസ്സുകളാ രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത്. മനസ്സിലായോ? ആദ്യം സ്വയം നന്നാകണം, പിന്നെ വീട്, എന്നിട്ട് വേണം നാട് നന്നാക്കാൻ. 10 വർഷങ്ങളിലേക്ക് പുറകോട്ട് ചിന്തിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്നും അഭിമാനിക്കാം ഒരു പാർട്ടി ഇവിടെ ഉണ്ട് എന്നൊരു ഇതുണ്ടായിരുന്നു ജനങ്ങളുടെ ഉള്ളിൽ. പാർട്ടി എതിർക്കുന്നവരുണ്ട്, പക്ഷേ അവർ പോലും ചില സമയത്ത് ഈ പാർട്ടിയെ അംഗീകരിച്ചിരുന്നു. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്ന് വെച്ചാൽ പാർട്ടിയിലുള്ളവർക്ക് പോലും അതിലൊരു വിശ്വാസം ഇല്ലാതായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ 10 വർഷം കൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഈ പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾക്ക് പറ്റി എന്നുള്ളതാണ് ഇന്നത്തെ വാസ്തവം. രണ്ടാമത്തെ കാര്യം, ജനങ്ങൾക്ക് തന്നെ മനസ്സിലായി എന്തുകൊണ്ട് പാർട്ടി തോറ്റെന്നുള്ളത്. എന്നിട്ട് ഈ പാർട്ടിയിലെ ബുദ്ധിജീവികൾക്ക് ഇതേവരെ മനസ്സിലായില്ല എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നുള്ളതിൻ്റെ ഈ സെക്രട്ടറി ഭരണം ആണ് ഇതിനൊരു തോൽവി എന്നുള്ളതാണ് എല്ലാവരും മനുഷ്യർക്കും മനസ്സിലായി. എന്നിട്ടും ഇവർക്കിത് മനസ്സിലായിട്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. ഇപ്പം വീട്ടിൽ നിന്ന് പോലും അവഗണനയാണ് ഇപ്പോൾ MV ഗോവിന്ദനെ കിട്ടിയെന്നത് പുള്ളി പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി ഒരവസ്ഥ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കേട്ടാൽ ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ കൊണ്ടെത്തിച്ചു. 10 വർഷം കൊണ്ട് ഈ പാർട്ടിക്ക് അവർ നേടിക്കൊടുത്ത ഒരു വില. സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട്, നല്ല വിഷമം തോന്നുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവരുടെ പ്രശ്നമാണ്. അത് അവർ ശരിയാക്കാതെ ഒരിക്കലും ജനങ്ങളുടെ ഒരു പിന്തുണ ഇവർക്ക് കിട്ടുമെന്ന് ഇവർ പ്രതീക്ഷിക്കുകയേ വേണ്ട. സത്യം പറഞ്ഞാൽ 2026 ഇലക്ഷന് ശേഷം ചിരിക്കാൻ എങ്ങും പോകണ്ട, ഈ സോഷ്യൽ മീഡിയ എടുത്താൽ മതി. ചിരിക്കാനുള്ള വക ഇവർ തന്നെ ഒപ്പിച്ച് തരുന്നുണ്ട്. തോറ്റു എന്നുള്ളത് ആദ്യം അംഗീകരിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പാർട്ടി ഇനി ചെയ്യണമെന്ന് അതിലെ വേണ്ടപ്പെട്ട ഒരു തീരുമാനം എടുക്കണം. നല്ല ആളുകൾ പാർട്ടിയിലുണ്ട്, അവർ മുന്നിലേക്ക് വന്ന് ഈ പാർട്ടി ഇനി അപ്പ് ചെയ്ത് കൊണ്ടു. അല്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും എല്ലാം ഈ പ്രമുഖ നേതാക്കന്മാർക്കെല്ലാം കിട്ടിക്കൊണ്ടേയിരിക്കും. അത് കണ്ട് ജനങ്ങൾ ചിരിച്ചുകൊണ്ടേയിരിക്കും. ഒരു കാലത്ത് ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച പാർട്ടി അവർ തന്നെ കോമഡിയായിട്ട് കാണാം. ഇനിയെങ്കിലും നിങ്ങൾ മാറി ചിന്തിക്കും.